നമസ്കാരം, എന്തുണ്ട് വിശേഷം? നമ്മളെ പ്രാന്ത് പിടിച്ച വീഡിയോ ഇന്നിപ്പോ ചെയ്യും. ഇപ്പഴല്ല വരുന്നത്. ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോ ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന വീഡിയോ ചെറിയൊരു സ്നാക്ക് ഉണ്ടാക്കാന്ന് കരുതി. പക്ഷേ നമ്മളെ കൂടെ ഒരു ഗസ്റ്റ് കൂടെ ഉണ്ട് ഈ വീഡിയോയിലേക്ക് ഉൾപ്പെടാൻ. അപ്പം ഞാൻ വളരെയധികം സ്നേഹത്തോടെ ഇൻവൈറ്റ് ചെയ്യുന്നു മിസ്റ്റർ വിപിൻ വിജയ്. കമോൺ. അപ്പം എന്റെ കൂടെ സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കാം എത്രത്തോളം സഹായിക്കുന്നത് ഞാൻ മാത്രമാണ് ചെയ്യുന്നതെന്ന്. സൂപ്പർവൈസിംഗ് ആണ് എന്റെ ജോലി. പാത്രം കഴുകുന്ന ഇന്നുണ്ടാക്കാൻ പോകുന്ന സ്നാക്സിന്റെ പേര് ഞാൻ പറഞ്ഞില്ല. ഇന്നുണ്ടാക്കുന്നത് ഉഴുന്നുവടയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് തോന്നുന്നല്ലേ? ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു മൈ ചാനൽ. ഇറ്റ്സ് മീ കീർത്തി മോഹൻ. And it's me, വിപിൻ വിജയ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഉഴുന്നുവട ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ട് വേണ്ടത് നമുക്ക് ഉഴുന്നാണ്. അത് നമ്മൾ നല്ലതുപോലെ കഴുകി 4 മണിക്കൂർ വെള്ളത്തിൽ വെച്ചേക്കണം. അപ്പോൾ അതിനുശേഷം കൊച്ചുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എന്നിവ അരിഞ്ഞു വെച്ചേക്കണം. അതിനുശേഷം 4 മണിക്കൂറിന് ശേഷം നമുക്ക് ഈ ഉഴുന്ന് നല്ലതുപോലെ അരയ്ക്കാം. കുറച്ച് വെള്ളം ആഡ് ചെയ്താൽ മതി, ഒത്തിരി ആഡ് ചെയ്യരുത്. അതിൻ്റെ കൂടെ ഇഞ്ചിയും കൂടെ ആഡ് ചെയ്ത് അരയ്ക്കണം. അരയ്ക്കുമ്പോൾ വെള്ളം അധികം ആഡ് ആവാതെ നോക്കണം. അതിന് കൂടെ നല്ലതുപോലെ ഇളക്കിയും കൊടുക്കണം. അത്യാവശ്യം കട്ടിക്ക് തന്നെ മിക്സായി കിട്ടിയെന്ന് തോന്നുമ്പോഴത്തേക്ക് നമുക്ക് കൈ കൊണ്ടോ അല്ലെങ്കിൽ ഫോർക്ക് കൊണ്ടോ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യണം. സോറി, എനിക്ക് എപ്പോഴും കൊച്ചുള്ളിയും വെളുത്തുള്ളിയും കൂടെ പറയുമ്പോഴത്തേക്ക് എനിക്ക് പേരുകൾ തമ്മിൽ തിരിഞ്ഞു പോകും കേട്ടോ. അപ്പം നിങ്ങൾ ഇതിനകത്ത് കൊച്ചുള്ളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ കറിവേപ്പിലയും കൂടെ ആഡ് ആക്കുക. കറിവേപ്പിലയും നിങ്ങൾക്ക് അരിഞ്ഞ് തന്നെ വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ മൊത്തത്തിൽ ഇടാം. ഞാൻ മൊത്തത്തിലാണ് ഇട്ടിരിക്കുന്നത്. ഇതിന് ശേഷം ഉപ്പും കൂടെ ആഡ് ചെയ്യുക. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമുള്ള ഉപ്പ് അതിനനുസരിച്ച് ആഡ് ചെയ്യണം. നെക്സ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ കായ ആഡ് ചെയ്യാം. വേണമെങ്കിൽ മതി, നിർബന്ധമില്ല. അതിനുശേഷം ഞാൻ കുറച്ച് കുരുമുളക് ആഡ് ചെയ്യും. കാര്യം എനിക്ക് ഇടയ്ക്ക് ഒരു സ്പൈസിനെസ് ഇഷ്ടമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിയും ഇടാം കേട്ടോ. അതിനുശേഷം നമുക്ക് പാത്രം വെച്ച് നല്ല രീതിയിൽ എണ്ണ ഒഴിക്കണം. കാര്യം ഇതിനകത്ത് മുങ്ങിക്കിടക്കണം. കൈ ഒന്ന് കഴുകും, കുറച്ചെടുക്കും. ഞങ്ങളുടെ ആദ്യത്തെ പരീക്ഷണമാണ്. സോ അത്ര പെർഫെക്റ്റ് ആയിട്ട് നിങ്ങളാരും വിചാരിക്കരുത്. വെള്ളം കൂടി ചെറുതായിട്ട് വെള്ളം കൂടിപ്പോയി. എന്നിട്ട് എനിക്ക് കൈ എണ്ണയിൽ മുക്കാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ അതിനകത്തിട്ട്, എന്നിട്ട് ചെറുതായിട്ട് നമ്മൾ ഇനി ഒരു ഹോൾ ഇടണ്ടേ അതിനകത്ത്. അതിന് വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് നനച്ചിട്ട് ഈ കൈ വെച്ച് ഞാനിങ്ങനെയാണ് ഇട്ടെങ്കിലും നോർമലി ആൾക്കാർ കയ്യിൽ തന്നെ വെച്ചിട്ടാണ് ഇടുന്നത്. എനിക്ക് പക്ഷേ എണ്ണയിൽ കൈ മുക്കാനുള്ള പേടി കാരണം ഞാൻ കൈ വെച്ച് നോക്കി, പക്ഷേ സക്സസ് ആയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സ്പൂണിൽ ചെയ്യുന്നത്. പേടിയുള്ളവർ ഇങ്ങനെയും ചെയ്യാം. കയ്യിൽ നിങ്ങൾക്ക് എണ്ണയിൽ മുക്കാൻ താല്പര്യമില്ലെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. അല്ല, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരാണെങ്കിൽ കൈ ഇട്ട് മുക്കാം. എന്താ വിപിൻ്റെ അഭിപ്രായം? പിന്നെ ഈ സ്പൂണിൽ ഇപ്പോൾ ഇത് ഒന്ന് ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പൂണിൽ നിന്ന് ഇറങ്ങാനായിട്ട് വിപിൻ അങ്ങനെ കൈ വെച്ചാക്കാനായിട്ടുള്ള പത്രപ്പാടിലാണ്. ജസ്റ്റ് കൈ ഒന്ന് ഇതാക്കിയിട്ട് കൈ വെച്ച് നീ ഇത്രയും വെള്ളം വേണ്ട. അവിടെ മൊത്തം ആക്കിയില്ലേ? ഇനി ഞാൻ തന്നെ തുടങ്ങാം. അയ്യോടാ, നീ ഇങ്ങനെ ഇട്ട് ഇളക്കാതെ ജസ്റ്റ് എടുക്കുക അപ്പോഴേ. എന്നിട്ട് കൈ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുക. കയ്യിൽ അങ്ങനെ പറ്റാനുള്ള അവസരം കൊടുക്കാതാ. ഒന്ന് റൗണ്ട് ആക്കി ആക്ക്. ഇപ്പോഴല്ല, എന്നിട്ട് ഒന്ന് നനച്ചിട്ടാക്കുക, അല്ലെങ്കിൽ കറക്റ്റ് കൂട്ട വരത്തില്ല. അയ്യോ, ഉഴുന്നോടെ പകുതി അവിടെ ഉണ്ട്, മറ്റേ പകുതി ഇപ്പുറത്തും ഉണ്ട്. ഇതെന്താ ഉദ്ദേശിച്ചത്? കൈ പൊള്ളിച്ച് ഉഴുന്നോട മുറിഞ്ഞു പോയി കൈ വെച്ചാക്കിയപ്പോഴേ. കുറച്ചും കൂടെ കരിയണ്ടേ? കരിയല്ല, ഒന്ന് മൂത്ത് വരണ്ടേ? അത് തന്നെ ഞാൻ ഉദ്ദേശിച്ചത്. കാര്യം പിടിയിട്ടോ. ഈ ടിഷ്യൂ വെക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ അത്രയും എണ്ണയില്ലേ, അപ്പൊ അത്രയും കൂടെ കോരി ഇങ്ങോട്ട് ഇടുമ്പോഴത്തേക്ക് ആ എണ്ണയിൽ തന്നെ നിന്ന് വെറുതെ എന്തിനാ. അതുകൊണ്ട് ഇതാകുമ്പോഴത്തേക്ക് ടിഷ്യൂല് എണ്ണയൊക്കെ ഒന്ന് അബ്സോർബ് ചെയ്തോളൂ. നല്ല മുരുമുരാന്നിരിക്കുന്ന വട. വിപിൻ വിജയ് അത് വീണ്ടും പരീക്ഷിക്കാൻ പോവാണ് കയ്യിൽ തന്നെ. ഇത്തവണ സക്സസ് ആവുന്നോ ഇല്ലയെന്ന് നോക്കാം. വിപിൻ എന്ത് തോന്നുന്നു ഈ ഒരു മൊമെന്റിൽ?
കൈ പൊള്ളുവോ അതോ വട റെഡിയാവോ? ഓ കറക്റ്റായി. അയ്യോ ഞാൻ എൻ്റെ ഒരു വീഡിയോ എടുക്കട്ടെ മാറിക്ക്. കറക്റ്റായിട്ട് വീണാണ്. പക്ഷെ ഇയാളുടെ കയ്യിൽ നിന്ന് പോയതിൻ്റെ പാടുണ്ട് കേട്ടോ. അടുത്തത് ഇട്ടേ. അടുത്തത് നോക്കാം. ഓ വീണടേ, കറക്റ്റായിട്ട് വീണേ. നിങ്ങൾ കാണുന്നുണ്ടോ വിപിൻ്റെ കഴിവുകൾ? എണ്ണയിൽ സ്വന്തമായി തന്നെ ഇട്ടോളാന്ന് വിപിനെ ഏറ്റെടുത്തിരിക്കുന്നു. അതോ ഞാൻ തലയിൽ കൊണ്ട് വെച്ചോ വിപിനെ? ഈ പെട്ടിയിൽ ഞങ്ങൾ ഇവിടുന്ന് മൂവ് ചെയ്യുവാണ് ഹാലിഫാക്സിൽ നിന്ന്. ഞാൻ എനിക്കൊന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു. അപ്പം ഞങ്ങൾ ഇവിടുന്ന് ഹാലിഫാക്സിൽ നിന്ന് ഞങ്ങൾ ഒട്ടോവയിലേക്ക് പോവുകയാണ്. ഡീറ്റെയിൽഡ് ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാമെന്നൊക്കെ വിചാരിക്കുന്നു. നടക്കുമോ എന്തോ. അങ്ങനെയാണെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും. അപ്പം സാധനങ്ങൾ കൊണ്ടുപോകാനുള്ള പെട്ടിയാണ്. കൊള്ളാവോ? സ്വന്തമായിട്ട് തന്നെ കഴിച്ചിട്ട് കൊള്ളാന്ന് പറയുന്നുണ്ട് കേട്ടാ. നമുക്കപ്പോൾ ഇവിടെ ഈ ഗ്രൈൻഡഡ് ആയിട്ട് തന്നെ തേങ്ങ കിട്ടും. അപ്പം അതാ ലാഭം. സമയലാഭം ലാഭം എന്ന് പറയരുത്. ലാഭമല്ലേ? മറ്റേ തേങ്ങ വാങ്ങുന്ന ലാഭം. പക്ഷെ അത്രയും തിരിവൊക്കെ വേണ്ടത്. അപ്പോൾ അത് കട്ടിയായി ഫ്രോസൺ ആയിരുന്നത് ഞാൻ ജസ്റ്റ് ഓവനിലിട്ട് 1 മിനിറ്റ് മതി. ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ആ ഫ്രോസൺ ഒന്ന് മാറാൻ. ശേഷം നമ്മൾ തേങ്ങ ഇടുന്നു. ചൂട് കുറച്ച് കൊച്ചുള്ളി ഇടുന്നു. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക്. കുറച്ച് ഇഞ്ചി ഇടുന്നു. പച്ചമുളക് വേണം. പച്ചമുളക് ഇല്ലല്ലോ അവിടെ? ഉണ്ട്. ചേർത്ത് എന്താ ഇടുന്നേ? പച്ചമുളക് പറഞ്ഞില്ലേ, ഞാൻ മറന്നുപോയി. അപ്പം ഞാൻ ചട്നി അരയ്ക്കുകയാണ്. വെള്ള ചമ്മന്തി അരയ്ക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങ എടുത്തു, കൊച്ചുള്ളി എടുത്തു, മുളകെടുത്തു, പച്ചമുളക് എടുത്തു, ഉപ്പിട്ടു, പിന്നെ കുറച്ച് ഇഞ്ചി ഇട്ടു. അതിന് ശേഷം ഞാൻ കടുക് അരക്കാനായിട്ട് കടുകും പിന്നെ പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് അതിനകത്ത് താളിച്ചൊഴിച്ചു. രണ്ടെണ്ണം വെച്ച് സെർവ് ചെയ്യുന്നതല്ലേ നല്ല. ശരിയല്ലേ? കെച്ചോട്ടെ. അടിപൊളിയാണ്. ടേസ്റ്റി. നീ അത് വെച്ചിട്ട് വാ. നിന്നെ കൂടെ കാണാൻ പറ്റുമോ? ആക്ച്വലി കൊള്ളാം. ഞാൻ വിചാരിച്ചു ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി പറയാവുന്നതാ. അല്ല. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നത്. അല്ല, അടിപൊളി ചമ്മന്തിയും വെള്ള ചമ്മന്തിയും ഉഴുന്നോടെയാണ്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്യണം. എൻ്റെ ഫസ്റ്റ് ടൈം ആയിരുന്നു. എണ്ണയിലിടാൻ വിവിൻ വന്ന അവസാനം. എന്നാലും കുഴപ്പമില്ല. നല്ല രീതിയിൽ ഞങ്ങളുടെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പോൾ വിപിൻ അപ്പുറത്തേക്ക് കൊടുക്കാനായിട്ടും കൂടെ എടുക്കുകയാണ്. കാര്യം ഞങ്ങൾ ഉണ്ടാക്കി വന്നപ്പോഴത്തേക്ക് ഇഷ്ടംപോലെ ഉണ്ട്. ഇത് ഞങ്ങൾ കഴിച്ചൊന്നും തീരത്തില്ല. അപ്പോൾ ഇവിടെ തന്നെ 2 മലയാളീസ് ഉണ്ട്. അപ്പം അവരുടെ വീട്ടിലും കൂടെ കൊടുക്കാനായിരുന്നു ഞങ്ങൾ അവർക്കും കൂടെ വേണ്ടിയിട്ട് എടുക്കുകയാണ്. അയാൾ പോയി കൊടുത്തിട്ട് വരത്തില്ലേ? ഒരിറങ്ങി കാണും. എങ്ങനെയുണ്ടെന്ന് അപ്പം തന്നെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വരണം കേട്ടോ. ഫീഡ്ബാക്ക് കറക്റ്റായിട്ട് കൊണ്ടുവരണം.